ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോബി പൊറോട്ടയാണ്. അതിന് സാധ്യതയാണ് ഇത് കോളിഫ്ലവർ, ഇതിന് ഗോബി എന്ന് പറയും. ഇത് നന്നായി ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ട്, എന്നാൽ അതിൻ്റെ ഉള്ളിൽ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ക്ലീൻ ആവും. അപ്പം അതാണ് ഇത്. പിന്നെ ഇതിന് വേണ്ടുന്നത് സവാള 2 ഞാൻ എടുത്തിന്, ഇഞ്ചി പച്ചമുളക്, ഇതൊക്കെയാണ് വേണ്ടുന്നത്. പിന്നെ ഈ ഗോബി ഉണ്ടല്ലോ, കോളിഫ്ലവർ ഉണ്ടല്ലോ, മിക്സിയിലിട്ട് നല്ല ക്രഷ് ആക്കിയിട്ട് ഇങ്ങനെ ആക്കി എടുത്തത്. ഇനി ഗ്യാസ് ഓൺ ആക്കാം. ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ, സവാള വഴറ്റാനുള്ള വെളിച്ചെണ്ണ. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് സവാള ഇടും. സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒപ്പരം തന്നെ ഇതിലേക്ക് ശകല ഉപ്പിടുക. ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈ കരിവേപ്പിലയും ഇട്ട് എന്നിട്ട് ക്രഷ് ചെയ്ത ഗോബി ഇനി യോജിപ്പിക്കുക. ഇതിലേക്ക് ശകലം ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഏറ്റവും അധികം വേണ്ട. ശകലം മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്കും. നന്നായിട്ട് യോജിപ്പിക്കും. നല്ല ടേസ്റ്റാണ്. ഒന്നും കൂടി നോക്കട്ടെ. ഏകദേശം ആയി വരുന്നത്. ആകാനൊന്നുമില്ല, കാരണം കോളിഫ്ലവർ ഞാൻ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ നല്ലോണം വേവിച്ചതാണ്. പിന്നെ ഇതിൽ ഉള്ളി, പിന്നെ അത് എണ്ണയിൽ ഫ്രൈ ആയി. ഇതൊന്ന് എണ്ണയിൽ ഫ്രൈ കൂടി ആയിക്കഴിഞ്ഞാൽ ഇതായി. എന്നാലും ഒന്നും കൂടി ചേർന്നോട്ടെന്ന് വെച്ചിട്ട് ഇനി നമുക്ക് ഉപ്പ് നോക്കാം. ആദ്യം സവാള കിട്ട ഉപ്പിൻ്റെ കണക്കാണ്. ഇപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമില്ല, ഉപ്പുണ്ട്. അങ്ങനെ ഏകദേശം കോളിഫ്ലവർ പൊറോട്ടേൻ്റെ മാവ് ശരിയാണ്. ഒന്ന് തണിയാൻ പറ്റും. ആട്ട ഓരോ പൊറോട്ടേൻ്റെ ആട്ട ഇതിൽ പൊറോട്ടൻ്റെ ഫില്ലിങ് ആക്കി വെച്ച് ഇനി ഉണ്ടാക്കുന്നതും കാണിച്ചു.
കുറച്ച് ഇതിട്ട് എന്നിട്ട് ഇതിനോടങ്ങ് കവറിങ് ചെയ്യും. ഇങ്ങനെയും ചെയ്യാം, സിംഗിളായിട്ടും ചെയ്യാം. ഇതിനിങ്ങനെ ഫോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ആ മാവ് അങ്ങ് പുറത്തേക്ക് വരും. ഇത് ഫില്ലായിട്ടില്ലെങ്കിൽ പരത്താൻ വിഷമം. എല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്യും. പതുക്കെ കൊടുക്കുക. നമുക്കിനി ഗ്യാസ് ഓണാക്കാം. കല്ല് വെക്കുക. ചൂടായാൽ 2 മിനിറ്റ് കൊണ്ട് ചൂടാകും. നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ തിരിച്ചിടാം. തിരിച്ചിട്ട് ഇനി ഒന്നും കൂടി അങ്ങോട്ടാക്കും. എന്നിട്ട് ഈ പൊറോട്ടക്കെല്ലാം കുറച്ച് നെയ്യിലാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അധികമൊന്നും വേണ്ട, കുറച്ച് നെയ്യിൻ്റെ ഒരു ടേസ്റ്റ്. എന്നിട്ടൊന്ന് തിരിച്ചിടും. ഇതിങ്ങനെ കുറച്ചിൻ്റെ മേലോട്ടും ആക്കും. ഒന്നിങ്ങനെ തടയി കൊടുക്കുകയും അപ്പം നെയ്യിലാകുമ്പോൾ ഒരു ടേസ്റ്റ്. ഇതാ നല്ല പൊന്തി വരുന്നുണ്ട. അടിപൊളി. പൊട്ടാണ്ട് അങ്ങനെ ഒരു പൊറോട്ട കണ്ടോ. പൊറോട്ട റെഡി. തൈര് കൂട്ടാം, അച്ചാറിൻ്റെ കൂടെ കൂട്ടാം, കഴിക്കാം. ഓക്കെ, ബൈ.